കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശ്വൽ പ്രിയമുള്ളവരെ, നമ്മുടെ കുട്ടികൾക്കൊക്കെ വെക്കേഷനാണ് ഈ കാലഘട്ടത്തിൽ. ഈ വെക്കേഷനായ കാലഘട്ടത്തിൽ എത്ര അമ്മമാർ കുട്ടികൾക്ക് വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കണം. അച്ഛനൊരു ഹൈന്ദവ സഹോദരൻ ഈ ആലയത്തിൽ വന്ന് ഒരിക്കൽ എന്നോട് പറയുകയാണ്, അച്ഛാ, എൻ്റെ മക്കൾക്ക് ഞാൻ അവരെ എൻ്റെ നെഞ്ചിലേക്ക് അവരുടെ തല വെച്ച് ഞാൻ ബൈബിളിലെ കഥകൾ മുഴുവനും പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞു വെച്ച എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ വീടുകളിലെ മക്കൾക്ക് നമ്മുടെ അമ്മമാർ, നമ്മുടെ അപ്പച്ചന്മാർ എത്ര കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പെറു എന്ന് പറയുന്നൊരു രാജ്യത്ത് ലീമ എന്ന് പറയുന്ന ആ സ്ഥലത്തെ ഒരു വിശുദ്ധയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ലീമയിലെ റോസാണ്. കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവളുടെ അമ്മ അവളെ ചേട്ടന്മാരുടെ കൂടെ പഠിപ്പിക്കുവാനായിട്ട് വിദ്യാലയത്തിലേക്ക് വിട്ടില്ല. കാരണം ദൂരമായിരുന്നു, 2.5 മൈൽ ദൂരമായിരുന്നു. അവൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, ചേട്ടന്മാർ പഠിപ്പിച്ചു കൊടുത്തില്ല. അവൾ ഒരുപാട് ആഗ്രഹിച്ചു. ഉണ്ണീശോയുടെ രൂപത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഈശോയെ, എൻ്റെ ഉണ്ണീശോയെ, നീ എന്നെ പഠിപ്പിക്കണമേ എന്ന് പലപ്പോഴും ആ കുഞ്ഞ് പറയാറുണ്ട്. ഒരിക്കൽ ചേട്ടന്മാരെ അന്വേഷിച്ചു കളിക്കാനായിട്ട്, കണ്ടില്ല. കളിക്കാനായിട്ട് ചേട്ടന്മാരെ അടുത്ത് നിന്നപ്പോൾ അവൾ ഓടിപ്പിച്ചു. സങ്കടമായി. അവളങ്ങനെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ കോമളനായ ഒരു ബാലൻ അവരുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്താണ് വിഷമിച്ചിരിക്കുന്നു പറഞ്ഞപ്പോൾ, എനിക്ക് കളിക്കാൻ ആരുമില്ല എന്ന് പറയുകയാണ് ഈ കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ കൂടെ കോമളനായ ബാലൻ കളിക്കുന്നു. പലവട്ടം ആ ബാലൻ തോറ്റു പോവുകയാണ്. അപ്പോൾ ആ ബാലൻ ഈ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ പേര്? ഈ കുഞ്ഞ് പറയുകയാണ്, ഉണ്ണീശോയുടെ റോസാണ്. അപ്പോൾ ഈ റോസ് ഈ കോമളനായ ബാലനോട് ചോദിച്ചു, ഇയാളുടെ പേരെന്തെന്നാണ്? അയാൾ പറഞ്ഞു, റോസിൻ്റെ ഉണ്ണീശോയാണ്. അപ്പോൾ റോസ് ചോദിക്കുകയാണ്, അപ്പോൾ രൂപക്കൂട്ടിലിരിക്കുന്ന ആ ഉണ്ണീശോയാണോ? അതെ. അങ്ങനെ അവിടെ രൂപത്തിൻ്റെ മുൻപിലിരിക്കുന്ന സിയന്നായിലെ കത്രീന എന്ന് പറയുന്ന വിശുദ്ധയുടെ ജീവചരിത്രം ആദ്യമായി വായിച്ച് കൊടുക്കുന്നത് ഉണ്ണീശോയാണ് ഈ ലീമയിലെ റോസിന്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല വിശുദ്ധരുടെ ജീവിതങ്ങളെ പകർത്തി കൊടുക്കുവാൻ, അത് വിവരിച്ചു കൊടുക്കുവാൻ അമ്മമാർക്ക് സാധിക്കട്ടെ. വലിയ വിശുദ്ധരായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറട്ടെ. നമ്മുടെ കുട്ടികളെല്ലാം വിശുദ്ധരാകണം. അതുകൊണ്ട് ഈ വെക്കേഷൻ കാലഘട്ടം നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധരാക്കി വളർത്തുവാൻ ഏറ്റവും നന്മയുള്ളത് വിശുദ്ധരെ പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആണി തുളഞ്ഞ നിൻ പാദത്തിൽ തൊട്ടുമുത്താനല്ലാതെ, ആണി തുളഞ്ഞ നിൻ പാദത്തിൽ തൊട്ടുമുത്താനല്ലാതെ, ആക്കരം മുകരുവാൻ എനിക്കാവുമോ യേശുവേ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.